കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഗോമതി എന്ത് ചെയ്യാണ്, നേരെ ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നീട് മുറിയിലേക്ക് വന്ന് നേരെ മീനാക്ഷിനെയും ആര്യനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മീനാക്ഷിക്കും ആര്യനും എന്താ സംഭവം എന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ മുറി ചെന്ന് കഴിഞ്ഞപ്പം മീനാക്ഷിയോടും ആര്യനോടുമായിട്ട് ഗോമതി പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മീനാക്ഷി ചോദിച്ചു, എന്താ അമ്മേ, അമ്മയുടെ തീരുമാനം എന്താന്ന് ചോദിക്കാം. ഈ സമയം ആര്യം പറഞ്ഞു, അല്ല അമ്മ എന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്? മിത്രനെ എത്രയും പെട്ടെന്ന് അവളുടെ വീട്ടിൽ കൊണ്ടേ ആക്കണമെന്ന് പറയാം. ഇത് കേട്ടതും മീനാക്ഷിയോടും ആര്യനോടുമായിട്ട് ഗോമതി പറഞ്ഞു, എങ്ങനെ അവളുടെ വീട്ടിൽ കൊണ്ടേ ആക്കുമെന്ന് പറയാം. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമോ? ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് തിരികെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ആരെങ്കിലും കെട്ടാൻ സമ്മതിക്കോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു, അവളുടെ കല്യാണം നമ്മൾ നടത്തുമെന്ന് പറയണം. നമ്മൾ നടത്താനോ? അമ്മ എന്ത് വർത്താനെ പറയണേന്ന് ചോദിക്കും. അതെ, കാരണം നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് തന്നെ അവളുടെ വിവാഹം നടത്തണം. ഇനി വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവളുടെ വിവാഹം ചിലപ്പോൾ നല്ല രീതിയിൽ നടന്നെന്ന് വരില്ല. അത് മാത്രമല്ല, അവൾ വീട്ടിലേക്ക് പോവില്ലെന്ന് ഒരേ വാശിയിലല്ലേ. ഇനിയിപ്പോ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടേ നിർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങനെ കൊണ്ടേ നിർത്താൻ പറ്റില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അല്ല അമ്മ പിന്നെ എന്ത് ചെയ്യാനാ? ഇത്ര അടിപടിന്ന് ഒരു ചെറുക്കനെ കണ്ടെടുത്ത് കല്യാണം കഴിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് മാത്രല്ല മിത്രയെ സമ്മതിക്കേണ്ടെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞേ, ഞാനൊരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞേ. പിന്നീട് ആരിന്റെ മുന്നിലേക്ക് ഇല്ലുക. ഞാൻ പറയുന്നത് എന്തും ഇതുവരെ നീ അനുസരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിന്നോട് ഞാനൊരു കാര്യം അപേക്ഷിക്കുക. നീ മിത്രയുടെ കഴുത്തിൽ താലി ആർത്തോണെന്ന് പറയാം. ഇത് കേട്ടത് ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. എന്താ താൻ കേട്ടെന്ന് പോലും ആരിനും മനസ്സിലായില്ല. അമ്മ എന്താ പറഞ്ഞേന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ മിത്രനെ കല്യാണം കഴിക്കണമെന്ന്. ഇതേ അമ്മ തമാശ പറഞ്ഞാണോ? എടാ, തമാശ പറയാൻ പറ്റുന്ന സമയമാണത്. ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ. ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അമ്മ ഇത് ആരോട് ആലോചിച്ചിട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? ആരോടും ആലോചിച്ചില്ല. ഞാൻ ഗുരുവായൂരപ്പനോട് മാത്രം ചോദിച്ചുള്ളൂ. ഗുരുവായൂരപ്പൻ എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് വേറെ ആരുടെ സമ്മതം വേണ്ട. അല്ല, അച്ഛനിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ടതും ആരും പറഞ്ഞു, അമ്മ ഒരു കാരണവശാലും നടക്കുന്ന കാര്യമില്ല. എനിക്ക് വയ്യ അവളുടെ കഴുത്തിൽ താലി അർത്താനായിട്ട്. ഒന്നാമത്തെ കാര്യം ഞങ്ങളെന്ന് പറഞ്ഞാൽ ബന്ധ ശത്രുക്കളാ. അത് മാത്രമല്ല, ഇവളും കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിലോ അതമ്മക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കും. അച്ഛൻ എന്ത് പറയും? അത് മാത്രല്ല, കൃഷ്ണമംഗലത്തുള്ളവരാ ഒരു പക്ഷേങ്കില് ഞാനാണ് അവളെ സ്നേഹിച്ചതെന്നുള്ള കാര്യം അങ്ങനെ എല്ലാവരും നാട്ടുകാർ പറയുള്ളൂ. കൃത്യസമയത്ത് തന്നെ ഞാൻ അവളെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നല്ലേ ആൾക്കാർ കരുതുള്ളൂ. അതുകൊണ്ട് അതൊന്നും ശരിയാവുന്ന കാര്യമില്ല. എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ സമ്മതമല്ലെന്ന് പറയാം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ മിത്രയ്ക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. മിത്രയുടെ അവസ്ഥ നോക്കി ഇപ്പൊ തന്നെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെറുതെ അങ്ങനെ നിർത്താൻ പറ്റുമോ? ഒരു കാരണവശാലില്ല. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇനി അവളെ വീട്ടിൽ കൊണ്ടേ നിർത്തണമെങ്കിൽ അത് ആര്യന്റെ പെണ്ണായിട്ട്, അല്ലെങ്കിലും ഒരു പക്ഷേങ്കിൽ കൃഷ്ണമംഗലവും ദേവമംഗലം തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഇപ്പൊ നിന്റെ ഭാര്യയെ വരണ്ടവളല്ലേ മിത്ര. പിന്നെ എന്താണ് ആര്യം നിനക്ക് കുഴപ്പം? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മീനാക്ഷി ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്താണ് സമ്മതം അമ്മേ. കാരണം എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ആര്യം മിത്രനെ കല്യാണം കഴിക്കണമെന്ന്. ഒരു പക്ഷേങ്കിൽ രണ്ട് കുടുംബക്കാരും തമ്മിൽ ശത്രുതയല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടന്നേനം. എടാ, മിത്ര എന്തും കൊണ്ട് നല്ല പെണ്ണാടാ. നീ അവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞോണ്ട് ആരിന്റെ അടുത്തേക്ക് മീനാക്ഷി വരുവാണ്. ഈ സമയം ആരും ചോദിച്ചു, ഇത് ഏട്ടത്തി എന്ത് ഭാവിച്ചാ? ഏട്ടത്തിക്ക് എന്താ ഒരു ബോധമില്ലേ? ഏട്ടത്തിക്ക് അറിയാവുന്ന കാര്യമില്ലേ? എന്നെ കണ്ടാൽ തന്നെ അവൾക്ക് ചതുർത്തിയാ. ഞങ്ങള് തമ്മിൽ എപ്പോഴും അടിയാന്ന് പറയാം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അതൊക്കെ മാറിക്കോളും. അടിയും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം സെറ്റ് ആയിക്കോളും എന്ന് പറയാം. എന്നാലും എനിക്കിത് പറ്റത്തില്ല എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആര്യന്. ഈ സമയത്ത് ഗോമതിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. മീനാക്ഷി പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ദേ അമ്മ, ഈ സമയത്ത് എടുത്ത തീരുമാനം നല്ലതാണെന്നോ ഞാൻ പറയത്തുള്ളൂ. എന്തുകൊണ്ടും മിത്രയ്ക്ക് ഇതിനേക്കാളും നല്ലൊരു ബന്ധം കിട്ടാനില്ല. അതും നമ്മുടെ ആര്യനെ പോലെ തന്നെ. അതുപോലെ തന്നെ മിത്രയും പാവമാണ്. അവള് നല്ല പെൺകുട്ടിയാണ്. എനിക്ക് നന്നായിട്ട് അറിയാമേ. പക്ഷേങ്കില് അച്ഛൻ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് അച്ഛനോടൊന്നും പറയണ്ട. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടാന്ന് പറയാം. നമുക്ക് അവിടെ ചെന്ന് കഴിയും പറഞ്ഞാൽ മതി എന്ന് പറയാം. പിന്നീട് അവരിടും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജാനകി ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്താ കാര്യം ചോദിക്കുകയാണ്. പിന്നീട് ജാനകിനെ വിളിച്ചുകൊണ്ട് ഗോമതിയും കൂടെ മാറിപ്പോവാം. പിന്നീട് ഗോമതി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതെ, എന്റെ ആങ്ങളുടെ മോളാണ്. ശരിക്കും പറഞ്ഞാല് മിത്ര എന്ന് പറഞ്ഞാല് ആര്യന്റെ മുറപ്പെണ്ണും കൂടെയാ. ഇനിയിപ്പോ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു വിവാഹ ജീവിതം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. അവളെ രക്ഷിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു മാർഗമുള്ളൂ ജാനകി. രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കുക. ആര്യനെയും മിത്രയും തമ്മിൽ ഒന്നിപ്പിക്കാന്ന് പറയാം. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, അത് കൊള്ളാലോ, നല്ല ഒരു കാര്യമുള്ളതെന്ന് പറയാണ്. കാവ്യം പറഞ്ഞു,
കാരണം കാവ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാവ്യ കുറെ ജീവിതം കണ്ട ആളാണ്. കാവ്യക്ക് കുറെ ഒരു കാവ്യക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ജീവിതത്തെക്കുറിച്ച് കാവ്യക്ക് നന്നായിട്ട് അറിയാം. ഒരു അതിജീവിതം കൂടിയാണ് കാവ്യ. അതുകൊണ്ട് കാവ്യ പറഞ്ഞു, അതെ മിത്രയോട് ഈ കാര്യങ്ങൾ സംസാരിക്കണ്ടേന്ന് ചോദിക്കും. ഇത് കേട്ടത് മീനാക്ഷിയോട് സംസാരിക്കണം, പക്ഷെ അവള് സമ്മതിക്കുമോ എന്നറിയില്ല എന്ന് പറയണം. അല്ല, ആര് സമ്മതിച്ചോ? ആരിനോട് പറഞ്ഞു, പക്ഷെ ആരും ഒന്നും മിണ്ടാതെ കൂടെ ഇറങ്ങി പോവാ ചെയ്തെന്ന് പറയാം. അത് കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം, മിത്രയോടും കൂടെ സംസാരിക്കുക. മിത്രയോട് പറഞ്ഞ് സമ്മതം വാങ്ങണ്ടേന്ന് ചോദിക്കും. അത് ശരിയാ, ആദ്യം ആരിന്റെ സമ്മതം അറിഞ്ഞിട്ട് വേണം മിത്രയോട് സംസാരിക്കാനെന്ന് പറയാം. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആരിനങ്ങോട്ട് പോവാണ്. അങ്ങനെ നേരെ ഗുരുവായൂരപ്പന്റെ അങ്ങോട്ട് അടുത്തേക്ക് പോകുന്ന സമയത്താണ് നന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദനം വന്നിട്ട് ചെന്താ എന്തു പറ്റി, മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, ഏയ് ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട് ബായി, എന്നോട് പറ, എന്താണെങ്കിലും മനസ്സിലൊരു വിഷമമുണ്ട്, കല്യാണക്കാരിയാന്ന് തോന്നുന്നല്ലോ എന്ന് പറയാം. ഇത് കേട്ടതും ഞെട്ടലോടുകൂടി നന്ദനെ നോക്കണം ആര്യൻ. അല്ല, അതെങ്ങനെ മനസ്സിലായി നന്ദന്? അതൊക്കെ എനിക്കറിയാം, ഈ മുഖം കണ്ടാൽ അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. ദേ ഇവിടെ വരുന്നവരുടെ മിക്കവരുടെ മുഖം ഞാൻ കുറെ കാലമായല്ലോ ഇവിടെ ഈ ജോലിയായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് എനിക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ ആര്യം പറഞ്ഞു, ശരിയാ, നന്ദനം പറഞ്ഞ പോലെ ശരി തന്നെയാ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാന്ന് പറയണം. കാര്യം പറ ബായി, എന്നല്ലേ എന്നെ എനിക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതെ, ഞാൻ പറഞ്ഞല്ലോ മിത്രയുടെ കാര്യം പറഞ്ഞില്ലേ, അവളെ കാണാതെ പോയതൊക്കെ. ഇപ്പൊ അമ്മ പറയുന്നു ഞാൻ അവളെ വിവാഹം കഴിക്കണമെന്ന്. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. അവളെന്ന് പറഞ്ഞ എന്റെ ശത്രുവാ, എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല അവക്ക്. അത് മാത്രല്ല എനിക്ക് കുറെ സ്വപ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്റെ മൂത്ത ആനന്ദേട്ടൻ നിൽക്കുന്നു, അതിന്റെ ഇടയ്ക്കാണ് ആകാശേട്ടൻ കല്യാണം കഴിച്ചത്. എല്ലാം കൂടെ അച്ഛന് നല്ല ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഞാൻ മിത്രയുടെ കഴുത്തിൽ താലി ആർത്തി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അച്ഛനത് സഹിക്കാൻ പോലും പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടതും നന്ദനം പറഞ്ഞു, ഇതാണ് കാര്യം, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിനാണ് ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ട ആരും സിമ്പിൾ ആയിട്ടുള്ള കാര്യമോ, ഇത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്, എന്നിട്ടാണ് ഇത്ര സിമ്പിളാന്നുള്ള പറഞ്ഞേ. അതെ, ഞാൻ നോക്കിയിട്ട് മിത്ര നല്ല കുട്ടിയാ. അതെ, ആര്യന് മിത്ര നല്ല ജോഡിയാ. ആര്യം മിത്രയുടെ കഴുത്തിൽ താലി ആർത്തണം, ഇതിനേക്കാളും നല്ലൊരു ജീവിതം നിനക്ക് കിട്ടാനില്ലെന്ന് പറയാം. ഇത് കേട്ടതും ആര്യം പെട്ടെന്ന് നന്ദൻ എന്തൊക്കെയാ പറയണേ. അതെ, ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പന്റെ മുമ്പ് വെച്ചാൽ കല്യാണം നടക്കുന്ന, അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ സന്നിധി വെച്ച് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കും. ഉറപ്പായിട്ടും നല്ലൊരു ജീവിതമായിരിക്കും ആര്യന് കിട്ടാൻ പോകുന്നത്. ആര്യന് ഇതിന് മിത്രേനേക്കാളും നല്ലൊരു പെൺകുട്ടി കിട്ടാനില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കല്യാണത്തിന് സമ്മതം പറഞ്ഞു. ഇത് ഞാനും കാണാം നിങ്ങളുടെ കല്യാണത്തിന്, ധൈര്യമായിട്ട് ഇരുന്നോളം പറയാം. ഇത് കേട്ട ആര്യം പറഞ്ഞേ, അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാം. എന്താ ബായി ഇങ്ങനെ പറയണേ? മിത്രയുടെ ജീവിതം, ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കാന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? പിന്നീട് ഒരിക്കലും ഇരുന്ന് ചിന്തിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ കല്യാണത്തിന് അമ്മയോട് സമ്മതം പറഞ്ഞു. ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. എന്നിട്ട് ആരിനാകപ്പെടെ കൺഫ്യൂഷനായി. എന്ത് ചെയ്യണം? അമ്മയുടെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുക്കണ്ടേ? അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കില്ലെന്ന് പറയാം. അങ്ങനെ നന്ദനൻ മനസ്സ് മാറ്റുവാണ് ആര്യന്റെ. അങ്ങനെ ആര്യൻ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം മീനാക്ഷി വന്നിട്ട് എന്താ ആര്യം നീ തീരുമാനിച്ചെന്ന് ചോദിക്കണം. അവസാനം ആര്യം പറഞ്ഞു, അമ്മയുടെ ആഗ്രഹമല്ലേ, എനിക്കിനി എതിർപ്പൊന്നുമില്ല, പക്ഷെ മിത്രയുടെ സമ്മതം വാങ്ങണം, മിത്രയോട് ചോദിക്കണം. അവൾക്ക് എതിർപ്പാണെങ്കിൽ പിന്നെ എന്നെ ഒന്നും പറയില്ലെന്ന് പറയാം. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ചോദിച്ചോളാന്ന് പറയണം. അങ്ങനെ മിത്രയുടെ മുറിയിലേക്ക് ഗോമതി ചെല്ലുവാണ്. മിത്ര ഇങ്ങനെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഈ സമയത്ത് മിത്രനെ ചേർത്ത് പിടിച്ചിട്ട് ഗോമതി പറഞ്ഞു, ഇനി മോള് വിഷമിക്കണ്ട കേട്ടോ, മോൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ പോണേന്ന് പറയാണ്. ഇത് കേട്ടത് മിത്ര നല്ല ജീവിതവും, അതെ, ഇനിയിപ്പം എനിക്കുള്ള മോളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല, വീട്ടിൽ അങ്ങനെ കൊണ്ടുപോയി നിർത്താനും പറ്റില്ല, വെറുതെ കൊണ്ടുപോയി നിർത്താനും പറ്റില്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം, ഈ അപ്പച്ചി പറയുന്ന കാര്യം നീ അനുസരിക്കണം. നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാ, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ പറയണേന്ന് പറയാം. അല്ല, എന്താ അപ്പച്ചി പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം. അതെ, നിന്റെ വിവാഹം ഞാൻ തീരുമാനിച്ചെന്ന് പറയാം. എന്താ അപ്പച്ചി പറഞ്ഞ വിവാഹമോ? ഇത് എന്താ അപ്പച്ചി പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം. അതെ, ആരും നിന്റെ കഴുത്തിൽ താലി ചാർത്തു എന്ന് പറയണം. ഇത് കേട്ടതും മിത്ര ചാടി എഴുന്നേക്കുവാണ്. അപ്പച്ചി എന്താ പറയണേ? ആര്യനാ? ഇല്ല, എനിക്ക് സമ്മതമല്ല, ഞാൻ സമ്മതിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ എനിക്ക് സമ്മതമല്ല. നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഇവിടുന്ന് പിന്നെ ഞാൻ വീട്ടിലേക്ക് ഉണ്ടാകത്തില്ല. അറിയാലോ, ഈ അപ്പച്ചീനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. കാരണം നിന്റെ വീട്ടുകാരെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. അപ്പച്ചി ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് എന്റെ വീട്ടുകാര്, അത് മാത്രല്ല ആര്യന് ഞാൻ ഒരിക്കലും സെറ്റാകത്തില്ല. അറിയാലോ, അവൻ എപ്പോഴും എന്നെ കണ്ടാ ദേഷ്യമാണ്. അത് മാത്രല്ല, ഞാൻ മിഥുന്റെ കൂടെ ഇറങ്ങിപ്പോയൊരു പെണ്ണല്ലേ, പിന്നീട് ആര്യന്റെ കൂടെ പോകാന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവുന്ന കാര്യമില്ല. വെറുതെ എന്തിനാ? അതൊന്നും മോള് പറയണ്ട. പെട്ടെന്ന് മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, ദേ സങ്കടപ്പെടാതിരിക്കുക, ഞങ്ങളുടെ ആര്യം നല്ലവനാ, അവൻ അത്യാവശ്യം വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട, നല്ല പൊന്നുപോലെ നിന്നെ നോക്കിക്കോളും. ഞാനല്ല ഉറപ്പ് വരുന്നേ. ഈ മീനാക്ഷി പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കാം. കേട്ടോ, മിത്ര ഇരുന്ന് പൊട്ടിക്കരയാണ്. പിന്നീട് ജാനകിയും കാവ്യ എല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ്. എല്ലാവരും വന്ന്
മിത്രയോട് സംസാരിക്കുകയാണ്. അവസാനം മിത്രനെ കൊണ്ട് അങ്ങനെ വിവാഹത്തിന് സമ്മതിപ്പിക്കാം. മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മിത്രയ്ക്കും ടെൻഷനാ. ഈ സമയത്ത് ആരംഭിച്ചു, അല്ലമ്മേ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ? വേണ്ട, ഇപ്പൊ പറയണ്ടെന്ന് പറയണം. അതെ, പിന്നീട് ആര്യം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ എന്നാ വിളിച്ചു പറയാന്ന് പറയണേ. വേണ്ട വേണ്ട, ഇപ്പൊ നീ വിളിച്ചു പറയണ്ട. നീ വിളിച്ചു പറയാൻ ശരിയാകത്തില്ല. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അറിഞ്ഞാൽ മതി. അതിനു മുമ്പ് ആരും അറിയണ്ടെന്ന് പറയണം. ജാനകിയും ശരണവും ഒക്കെ പറഞ്ഞതേ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഗുരുവായൂരപ്പൻ്റെ അവിടെ ചെന്ന് കാര്യങ്ങൾ എല്ലാം നിങ്ങൾ നടത്തിയാൽ മാത്രം മതി. ബാക്കി കല്യാണത്തിനുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തോളാന്ന് പറയണം. ഈ സമയം നന്ദനും അങ്ങോട്ട് വന്നേ. നന്ദനം പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും മംഗളപരമായിട്ട് നടക്കുമെന്ന് പറയാണ്. പിന്നീട് ഗോമതിയോട് ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് മിത്രയുടെ കല്യാണം കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗോമതിക്ക് അത്ഭുതമായിരുന്നു. അങ്ങനെ കല്യാണത്തിനുള്ള കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ്. എത്രയും ഇടപെടുന്ന തന്നെ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ മീനാക്ഷിയുടെ കഴുത്തിൽ ആരെയും താലി ആർത്തുവാണ്. താലി ആർത്തിക്കുമ്പോൾ ആന് വല്ലാത്തൊരു വെപ്രാളം വിഷമമൊക്കെ ആയിരുന്നു. കാരണം അച്ഛനോട് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല തന്റെ ബന്ധശത്രുവിനാണ് താൻ വിവാഹം കഴിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയുടെ ഇഷ്ടം. ഈ സമയത്ത് മിത്രനെ രക്ഷിക്കാനായിട്ട് വേറൊരു വഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷെ നന്ദന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ജീവിതമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നന്നായിട്ട് നിങ്ങൾ ജീവിക്കുന്നൊക്കെയുള്ളത്. ആ ഒരു ഉറപ്പ്, എന്തോ ഒരു മനസ്സിനൊരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുരുവായൂരപ്പന്റെ വാക്കല്ലേ. അങ്ങനെ താലി ചാർത്തുവാണ്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പുറകെ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരാം കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.